ഉമ്മാനെ നോക്കാൻ അല്ലെങ്കിൽ ഉമ്മാന്റെ ഖിദ്മത്തെടുക്കാൻ ഉമ്മാന്റെ പണിയെടുക്കാൻ അല്ല പെണ്ണ് കെട്ടേണ്ടത് നിന്റെയൊക്കെ അല്ലെങ്കിൽ എന്റെയൊക്കെ ജീവിക്കാൻ വേണ്ടിട്ട് മാത്രം. അത് 100% കറക്റ്റ്. അത് എന്ന് നീ മനസ്സിലാക്കുന്നോ അന്ന് നിന്റെ ഫാമിലി ലൈഫ് ബെറ്റർ ആവും. ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഫാമിലിനെ കൊടുത്തിട്ട് വീട് സെറ്റിൽ ആവാൻ പറ്റില്ല. എല്ലാവർക്കും ഉമ്മാനെ നോക്കിയിട്ടായിട്ട് പണിയെടുക്കണം, നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. 100% കറക്റ്റ് തന്നെ. പക്ഷെ അതിന് അതിൻ്റെതായ വാല്യൂ കൊടുക്കണോ? നമ്മളെ പെണ്ണ് നമ്മളെ ഉമ്മാനെ നോക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ പെണ്ണ് നമ്മളെ ഉമ്മാന്റെ ഖിദ്മത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് അത്രത്തോളം വാല്യൂ കൊടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അല്ലാത്ത പക്ഷെ ഉമ്മാനെ നോക്കാനനുസരിച്ച് ഒരിക്കലും അങ്ങനെ കഴിക്കരുത്. കാരണം ഉമ്മാനെ നോക്കേണ്ടത് നീ, എന്റെ ഉമ്മാനെ നോക്കേണ്ടത് ഞാൻ. ഏടുന്നോ വന്ന ഉപ്പാന്റെ മോളല്ല എന്റെ ഉമ്മാനെ നോക്കേണ്ടത്. എന്റെ ഉമ്മാന്റെ ഖിദ്മത്ത് എടുക്കാനല്ല 10, 18 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം തീറ്റിപ്പോറ്റിട്ട് ഓളെ പൊന്നു പോലെ നെഞ്ഞിൽ കൊണ്ട് നടത്തുന്ന ഉപ്പമാറ് വലുതാക്കുന്നുള്ളത് എന്റെ ഉമ്മാനെ ഖിദ്മത്ത് എടുക്കാൻ കൊണ്ടുവരാനല്ല, എന്റെയൊക്കെ ആണെന്ന എന്റെയൊക്കെ ജീവിക്കാൻ വേണ്ടിട്ട്. അഥവാ ഓള ഔദാര്യം കൊണ്ട് നമ്മളെ ഉമ്മാന്റെ ഖിദ്മത്തുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ഓളെ അത്രത്തോളം നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണോ. കാരണം എന്തറിയോ, നമ്മളെ ഉമ്മാനെ ഓള് നോക്കുന്നില്ലേ, ഓക്ക് അതിൻ്റെതായിട്ടുള്ള ബലയും പിരിസവും സ്നേഹവും എല്ലാം ഞമ്മ കൊടുക്കണോ. ഏടുന്നോ വന്ന പെണ്ണല്ലട നമ്മളെ ഉമ്മാനെ നോക്കുന്നുള്ളത്. നമ്മളെ കൈയായിട്ട് എന്റെ മാപ്പിൾക്ക് ബുദ്ധിമുട്ടായിപ്പോണ്ട്, എന്റെ മാപ്പിളെ ബേജാറായിപ്പോണ്ട്, അല്ലെ ഞമ്മക്ക് വേണ്ടി നമ്മളെ ഉമ്മാന്റെ ഖിദ്മത്ത് എടുക്കുന്നില്ലേ, ആ പെണ്ണിനെ പിരിസം വെച്ചിട്ടൊക്കെ കൂട്ടണോ. ഞാൻ ആരെ ചൊടിപ്പിക്കാൻ ചെല്ലുന്നല്ല.